നമ്മുടെ സർക്കാർ മത്സ്യകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഉൾനാടൻ മത്സ്യോൽപാദനത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള പരിശ്രമങ്ങളിൽ നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? വർധനവ് ഉണ്ടായിട്ടുണ്ടോ? ഉൾനാടൻ മത്സ്യമേഖലയിൽ വലിയ തരത്തിലുള്ള മുന്നേറ്റം 2020-21 34,987 മെട്രിക് ടണ്ണിൽ നിന്ന് 23-24 വർഷത്തിൽ 40,852 മെട്രിക് ടൺ ആയി വർദ്ധിച്ചിട്ടുണ്ട്. പരമ്പരാഗത കൃഷി രീതികൾ ഒതുങ്ങി നിന്ന മത്സ്യകൃഷി മേഖലയിൽ നിന്ന് നൂതന കൃഷി രീതികളായ ബയോഫ്ലോക്, റീസർക്കുലേറ്റീവ് അക്വാകൾച്ചർ സിസ്റ്റം, കൂട്ടിലെ മത്സ്യകൃഷി എന്നിവയിലേക്ക് ചൂടുമാറ്റുന്നതിനും കാർപ്പ്, കാരച്ചെമ്മീൻ എന്നീ പരമ്പരാഗത ഇനങ്ങളോടൊപ്പം മനാമി ചെമ്മീൻ, കരിമീൻ, പൂമീൻ, തിരുത, ആസാം വാള, നൈൽ തിലോപ്പിയ, കാളാഞ്ചി, ഒമ്പാനോ, നാരൻ ചെമ്മീൻ, ഞണ്ട് തുടങ്ങിയ വൈവിധ്യമാർന്ന ഇനങ്ങളെ ഉൾപ്പെടുത്താനും കഴിഞ്ഞതിലൂടെയാണ് വലിയ പുരോഗതി ഉൾനാടൻ മത്സ്യമേഖല വെച്ചിട്ടുണ്ട്. സർ, ഈ വർഷം ഞാൻ അഭിമാനത്തോടെ 100 കോടിയിൽ പരം രൂപ ഉൾനാടൻ മത്സ്യകൃഷിക്ക് വേണ്ടി ഈ ബഡ്ജറ്റിൽ സംസ്ഥാന ഗവൺമെൻറ് മാറ്റിവെച്ചിട്ടുണ്ട്.